നിതിൻ രാജിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പ്രസ്താവന അനുചിതമായി പോയി. അദ്ദേഹം ഓൺലൈൻ ലോൺ എടുത്തപ്പോൾ അത് തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് ആ ഓൺലൈന് സപ്പോർട്ടിങ്ങായി നിന്ന ടീച്ചറുടെ അടുത്തേക്ക് ഈ ഓൺലൈൻ സ്ഥാപനത്തിൻ്റെ ഫോൺ ചെന്നു. അതിനെ തുടർന്നാണ് നിതിൻ രാജ് ആത്മഹത്യ ചെയ്തതെന്നാണ് കണ്ണൂർ റൂറൽ SP പറഞ്ഞിരിക്കുന്നത്. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അതിൻ്റെ ജില്ലയിലെ ഒരു പോലീസ് മേധാവി ഈ സംഭവം നടന്ന് 2 ദിവസങ്ങൾക്കകം ഇത്തരമൊരു ഫൈൻഡിങ്സിലെത്തിയത് നിർഭാഗ്യകരമായി പോയി എന്നാണ്. ഇത് പ്രതികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ നിതിൻ രാജ് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോളേജ് അധികൃതർ പാരൻസിനെ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങളൊക്കെ അവരോട് പറയേണ്ടതായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പരാതി കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ ടീച്ചറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് കണ്ണൂർ SP എങ്ങനെയാണ് ഇത്തരമൊരു തീരുമാനം എടുത്തത് അല്ലെങ്കിൽ ഇങ്ങനൊരു കാരണം കണ്ടെത്തിയത് എന്നതിനെ സംബന്ധിച്ച് സംശയമുണ്ട്, ദുരൂഹതയുണ്ട്. ധൃതി പിടിച്ച് കണ്ണൂർ SP ഇത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തിയതിൻ്റെ പിന്നിൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് ഗൗരവമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നിതിൻ രാജിൻ്റെ കുടുംബം വളരെ പാവപ്പെട്ട കുടുംബമാണ്. വാടകയ്ക്കാണ് അവർ കഴിയുന്നത്. സ്വന്തമായൊരു വീടില്ല. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് മതിയായ കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം വേണം എന്ന കാര്യത്തിൽ 2 പക്ഷമില്ല. അതുകൊണ്ട് നിതിൻ രാജിൻ്റെ പഠിച്ച് ഡോക്ടറായി, ഡെന്റൽ ഡോക്ടറായി ആ വരുമാനം കൊണ്ട് ജീവിക്കാമെന്ന പ്രതീക്ഷയോടുകൂടി കഴിഞ്ഞ കുടുംബത്തിന് ഉണ്ടായ നഷ്ടം അതൊരിക്കലും നികത്താവുന്നതല്ല. എത്രയൊക്കെ കോമ്പൻസേഷൻ കൊടുത്താലും നികത്താവുന്നതല്ല. എങ്കിൽ പോലും ആ കുടുംബത്തെ സഹായിക്കുവാൻ ആ കോളേജ് മാനേജ്മെൻറ്റിന് ഉത്തരവാദിത്വമുണ്ട്. അതവർ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായ സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ കോളേജ് മാനേജ്മെൻറ്റ് നിരുത്തരവാദപരമായ നിലപാടാണ് സ്വീകരിച്ചത്. നിതിൻ്റെ മൃതദേഹം നാട്ടിൽ കൊണ്ടുവരുന്നതിന് സഹായിക്കുകയോ ചെയ്തിട്ടില്ല. അവർ ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ നാട്ടിലെത്തിയില്ല. ആ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, നിതിൻ്റെ ബാച്ചിൽപ്പെട്ട കുട്ടികൾ പോലും അവിടെ എത്തിയില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ മാനേജ്മെൻറ്റിൻ്റെ സമീപനം എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ HOD എന്ന് പറയുന്ന ഇതിൻ്റെ HOD ഡോക്ടർ റാം, അതുപോലെ തന്നെ മറ്റൊരു അധ്യാപിക, ഇവർ 2 പേരും പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരാണ്. ഇവരാണ് ഇതിനെ പീഡിപ്പിക്കുകയും ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തത് എന്നത് പുറത്തു വന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവരെ ഉടൻ തന്നെ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന കൊടിയ ജാതീയമായ വിവേചനങ്ങൾ അത് പോലീസ് സ്റ്റേഷനുകളിൽ നമ്മൾ കണ്ടതാണ്. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ബിന്ദു എന്ന വീട്ടുവേലക്കാരി, പട്ടികജാതിക്കാരിയായ വീട്ടുവേലക്കാരിക്ക് 18 മണിക്കൂർ സമയം പോലീസ് സ്റ്റേഷൻ തടങ്കലിൽ ഇരിക്കേണ്ടി വന്നു എന്നത് കേരളത്തെ വല്ലാതെ ദുഃഖിപ്പിച്ച കാര്യമാണ്. കൊല്ലം ജില്ലയിലെ പന്മനെ സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ വീണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചികിത്സയ്ക്ക് വന്നപ്പോൾ 5 ദിവസക്കാലം
തറയിൽ കിടക്കേണ്ടി വന്നു, പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല. ഹാർട്ട് പേഷ്യൻ്റായ വേണു മരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് തൻ്റെ കൂട്ടുകാരനും ഭാര്യയ്ക്കും അയച്ച വോയിസ് മെസ്സേജ് നമ്മളെല്ലാവരും കേട്ടതാണ്. വേണു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു ഓട്ടോറിക്ഷ, പാവപ്പെട്ട നിർധനനായ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. അപ്പോൾ ആരോഗ്യ മേഖലയിൽ, ആശുപത്രികളിൽ ഈ വിഭാഗത്തോട് കാണിക്കുന്ന അവഗണനയും ആണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൊഴിലിടങ്ങളിലും ഇതുപോലെയുള്ള വിവേചനം നിലനിൽക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജതിൻ രാജ് അവസാനത്തെ ഉദാഹരണമാണ്. അതിനു മുമ്പ് എത്രയോ സംഭവങ്ങൾ. ഇതെല്ലാം ഈ അവസാനം ഉണ്ടായ സംഭവങ്ങളാണ്. ഇതിനു മുമ്പുണ്ടായ സംഭവങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല, അതെല്ലാം മാധ്യമങ്ങൾക്ക് അറിയാവുന്നതാണ്. കേരളം ഭ്രാന്താലയമെന്ന് വിവേകാനന്ദൻ വിശേഷിപ്പിച്ചുവെങ്കിൽ അതിൽ നിന്നൊക്കെ സാമൂഹ്യ പരിഷ്കർത്താക്കളും നവോത്ഥാന നായകന്മാരുമായ ശ്രീനാരായണ ഗുരുദേവനിലൂടെയും അയ്യങ്കാളിലൂടെയും ചട്ടമ്പി സ്വാമികളിലൂടെയും ഒക്കെ നാം അവരുടെ നവോത്ഥാന പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കേരളം ഭ്രാന്താലയത്തിൽ നിന്ന്, ജാതിയുടെയും മതത്തിൻ്റെയും ഭ്രാന്താലയത്തിൽ നിന്ന് മോചിതമായി എന്നാണ് നമ്മൾ കരുതുന്നതെങ്കിൽ ഇന്ന് കേരളത്തിൽ വീണ്ടും വർഗീയതയേക്കാൾ വലിയ സാമൂഹ്യ വിപത്തായി ജാതീയത വളർന്നു വരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിതിൻ രാജിൻ്റെ ആത്മഹത്യ. അതുകൊണ്ട് തന്നെ ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. ഓൺലൈൻ ലോണിൻ്റെ പേരിൽ ഉണ്ടായ ആത്മഹത്യയാണെന്ന് വരുത്തി തീർത്ത് ഈ സംഭവത്തെ ലാഘവത്തോടുകൂടി കാണാൻ കഴിയില്ല. ഇത് കേരളം, ജനാധിപത്യ കേരളം ചർച്ച ചെയ്യപ്പെടണം. നമ്മുടെ ഭരണഘടനയിൽ അനുശാസിക്കുന്ന സംരക്ഷണം ലഭിക്കേണ്ട ഒരു വിഭാഗമാണ് അടിച്ചമർത്തപ്പെട്ട വിഭാഗം, പ്രത്യേകിച്ചും അധസ്ഥിത വിഭാഗം, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ. അവർക്ക് എല്ലാ തലങ്ങളിലും നിന്നുണ്ടാകുന്ന പീഡനങ്ങളുടെയും അതോടൊപ്പം തന്നെ അവഗണനയുടെയും അവസാനത്തെ ഉദാഹരണമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ രോഹിത് വെമുലയുടെ ആത്മഹത്യയ്ക്ക് സമാപനമായി കേരളത്തെ ആകെ ഞെട്ടിപ്പിച്ച ഈ സംഭവത്തിൽ ശക്തമായ നടപടി ഉണ്ടാകണം, അന്വേഷണം നടക്കണം. മേലിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം വിവേചനങ്ങളും ഇത്തരം വംശീയമായ അധിക്ഷേപങ്ങളും നടക്കുന്നത് പരിശോധിക്കപ്പെടണം. അത് അവസാനിപ്പിക്കാൻ സ്വകാര്യ മാനേജ്മെൻറ്റുകളും സ്വാശ്രയ മാനേജ്മെൻറ്റുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൂടുതലായി നടക്കുന്ന ഈ സംഭവങ്ങൾ പരിശോധിച്ച് അത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ശക്തവും വ്യക്തവുമായ നടപടികൾ ഉണ്ടാകണം. പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനമുണ്ടാകണം. ഇതിന് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നിയോജകമണ്ഡലമായ ധർമ്മടത്ത് നിയോജകമണ്ഡലത്തിൽപ്പെട്ട അഞ്ചരക്കണ്ടിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നതെന്നത് വളരെ ശ്രദ്ധേയമാണ്. ഈ അഞ്ചരക്കണ്ടിയിലെ ഈ സ്വകാര്യ മെഡിക്കൽ കോളേജ് വളരെയധികം കുപ്രസിദ്ധി ആർജിച്ച മെഡിക്കൽ കോളേജാണ്. ഈ കോളേജിനെതിരെ മുമ്പും ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ശക്തമായ നടപടികൾ ആ മാനേജ്മെൻറ്റിന് എതിരെ എടുക്കാത്തത് കൊണ്ട് ആണ് ഇത്തരം സംഭവങ്ങൾ അവിടെ ആവർത്തിച്ചത്. അതുകൊണ്ട് കർശനമായ നടപടികൾ ഉണ്ടാകണം. തീർച്ചയായും ആ കുടുംബത്തിന് എല്ലാവിധമായ സംരക്ഷണവും നൽകാൻ ഗവൺമെൻറ് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.